മൊലി ഇതിൽ നമ്മുടെ ലൈവ് കൗൺസിലിംഗ് അവസാന മിനിറ്റുകളിൽ കിടക്കുകയാണ്. അപ്പോൾ ഒരു പ്രശ്നമുള്ളത് പുതിയ തലമുറയുടെ രക്ഷിതാക്കളിലുള്ള ഒരു പ്രശ്നം, ഇതൊക്കെ എങ്ങനെയെങ്കിലും കുട്ടികളെ ഈ പ്രണയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്ന രക്ഷിതാക്കളുടെ ചോദ്യങ്ങളാണ്. എന്നാൽ കുട്ടികൾക്ക് പ്രണയം ഉണ്ടാകുന്നതിനെ സപ്പോർട്ട് ചെയ്യുകയും അത് സപ്പോർട്ട് ചെയ്യൽ വലിയ എന്തൊരു കാര്യമാണ് എന്നുള്ള നിലക്ക് അത്തരം റീലുകളൊക്കെ ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയും അത് കുട്ടികൾക്കും വലിയ എൻ്റെ അമ്മ ഇതിന് സപ്പോർട്ടാണ്, എൻ്റെ ഉപ്പ ഇതിന് സപ്പോർട്ടാണ് എന്നുള്ളത് ഒരു വലിയൊരു കാര്യമായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പം ഉണ്ട്. അപ്പോൾ അത്തരം സപ്പോർട്ട് കൊടുക്കുന്ന രക്ഷിതാക്കളോട് ഒരു ഉപദേശം കൂടി ആവശ്യമുണ്ട് തോന്നുന്നു. അതായത് സത്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ അങ്ങേയറ്റത്തെ വിഡ്ഢികളായ രക്ഷിതാക്കൾ മാത്രമേ ഉള്ളൂ ഈ പ്രേമത്തെ എന്ത് ചെയ്യുള്ളൂ, സപ്പോർട്ട് ചെയ്യുള്ളൂ. കാരണം നമ്മൾ വളരെ നോർമലായി ചിന്തിച്ച് നോക്ക്. നമ്മളിപ്പോൾ നമ്മുടെ ഒരു പെൺകുട്ടിക്കൊരു വിവാഹം അന്വേഷിക്കുകയാണെങ്കിൽ അത് എത്ര ദൂരത്തു നിന്നായിരിക്കണം? ഇപ്പോൾ പരസ്യങ്ങൾ കാണില്ലേ, മലപ്പുറം ജില്ലയ്ക്ക് മുൻഗണന എന്നൊക്കെ. അപ്പോൾ എവിടെ നിന്നായിരിക്കണം, എങ്ങനത്തെ കുടുംബമായിരിക്കണം, ആ കുട്ടിക്ക് എന്ത് പ്രായമുണ്ടായിരിക്കണം, ഏത് പശ്ചാത്തലമായിരിക്കണം, ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് ഇതൊന്നും പ്രേമത്തിൽ ഒത്തുവരില്ല. യഥാർത്ഥത്തിൽ ഈ പ്രേമത്തെ പിന്തുണക്കുന്ന രക്ഷിതാക്കളും അവർ പിന്തുണക്കാനുള്ള കാരണം എന്തുമാത്രമാണ് അറിയൂ, കുട്ടികളുടെ ഇഷ്ടത്തിന് അവിടെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. അതല്ലാതെ ഒരു നിലക്കും ഇവരുടെ ഒരു കുടുംബജീവിതത്തെക്കുറിച്ചോ ഭാവി ജീവിതത്തെക്കുറിച്ചോ ഇവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുമ്പോൾ അതിലൂടെ ഇവർക്കുണ്ടാവേണ്ട, പാരൻസിനുണ്ടാവേണ്ട പരിഗണനയെക്കുറിച്ചോ ഒന്നും അവർ ചിന്തിക്കുന്നേയില്ല. ഇന്നത്തെ രക്ഷിതാക്കളുടെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ കുട്ടികളാണ്. ആ കുട്ടികളുടെ ഇഷ്ടം എന്താണോ അതാണ് അവരുടെ ഇഷ്ടം. അതുകൊണ്ടാണ് വളരെ ദീനിയായി നടക്കുന്ന രക്ഷിതാക്കൾ പോലും മക്കളുടെ വസ്ത്രധാരണത്തിലൂടെ ജീൻസും ടീഷർട്ടും ഇട്ട് കൊണ്ടു നടക്കണമെന്നുണ്ട്. അത് അവരുടെ ഇഷ്ടമാണ്. ഒരു കുട്ടിയോട് വളരെ മര്യാദക്ക് ഒരു നോ പറയുവാനുള്ള ധൈര്യം ഇന്നെന്തില്ല, രക്ഷിതാക്കൾക്ക് ഇല്ല. ഇത് തന്നെയാണ് ഇവരിത് പിന്തുണക്കാൻ കാരണം. അതല്ലാതെ അല്പം കോമൺ സെൻസ് ഉള്ള ആൺകുട്ടിൻ്റെ പിതാവാകട്ടെ ഒരിക്കലും ഒരു പ്രേമത്തെ സപ്പോർട്ട് ചെയ്യൂല. പിന്നെ നല്ലൊരു രക്ഷിതാവാണെങ്കിൽ എന്താ പറയുക, എൻ്റെ എല്ലാ കാര്യവും ഞങ്ങളല്ല ഇടപെട്ട് ചെയ്തത്, പിന്നെ കല്യാണം മാത്രം എന്താ ചെയ്യുക, ഞങ്ങൾ ഓവർടേക്ക് ഇത് ചെയ്യണം. ഇത് ചോദിക്കാനുള്ള ഒരു ബോധമെങ്കിലും രക്ഷിതാക്കൾക്ക് ഉണ്ടാവണ്ടേ. അതുമാത്രം ചിന്തിച്ചാൽ പോലും ഒരു വിവാഹം ഇനി എല്ലാ നിലക്കും യോഗ്യത ഉള്ളൊരു പെണ്ണാണെങ്കിൽ പോലും ആ വിവാഹത്തിന് സമ്മതിക്കൂല. അപ്പോൾ ഇത് രക്ഷിതാക്കൾക്ക് അറിയില്ല. ഞങ്ങളുടെ മക്കളെ ഒരു വലിയ ദുരന്തത്തിലേക്ക് സപ്പോർട്ട് ചെയ്യുകയാണ് എന്ന് രക്ഷിതാക്കൾക്ക് അറിയാത്തത് കൊണ്ട് മാത്രമാണ് ഈ സപ്പോർട്ടിന് അവർ തയ്യാറാവുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കണം.